Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وألف بين قلوبهم لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم ولكن الله ألف بينهم إنه عزيز حكيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് നൽകുന്നു. നമ്മുടെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളെക്കുറിച്ചാണ് വിവിധ ഖുതുബകളിലൂടെ മനസ്സിലാക്കിയത്. ഇനി അതിൽ വിശദീകരിക്കാനുള്ള മറ്റൊരു വിഭാഗം വറജുലാനി തഹാബ്ബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. ദീനിൻ്റെ കാര്യത്തിൽ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സുഹൃത്തുക്കളായ രണ്ടാളുകൾ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവർ ഒത്തുകൂടുന്നു, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവർ പിരിയുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പങ്കിട്ട സ്നേഹിതരായ, സ്നേഹിക്കുന്ന ആളുകൾക്ക് നാളെ മഹ്ശറയിൽ തണലുണ്ട് എന്നാണ് ആ ഹദീസിൽ നമ്മൾ പഠിച്ചത്. നമ്മളൊക്കെ ശ്രദ്ധിച്ചാൽ നേടിയെടുക്കാവുന്നൊരു വിഭാഗം അതാണ്. ഇസ്ലാം മനുഷ്യരെ സ്നേഹിക്കാനും മനുഷ്യർക്ക് സാഹോദര്യത്തോടെ പെരുമാറാനും കൽപ്പിക്കുന്ന ദീനാണ്. അതുകൊണ്ട് ദീനിൻ്റെ കാര്യത്തിൽ സുഹൃത്തുക്കളായ ആളുകൾക്ക് നാളെ മഹ്ശറയിൽ തണൽ കിട്ടും. മറ്റൊരു പ്രസിദ്ധമായ ഹദീസിൽ, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ തആല യഖൂലു യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹു തആല പറയും, അല്ലാഹു തആല ചോദിക്കും, ഐനൽ മുത്തഹാബ്ബൂന ബിജലാലി, എൻ്റെ നിമിത്തം, ഞാൻ കാരണം പരസ്പരം സ്നേഹിച്ച മുത്തഹാബി, പരസ്പരം സ്നേഹിച്ചവരെവിടെ? അല്ലാഹു മഹ്ശറയിൽ വെച്ച് ചോദിക്കും, എവിടെ എൻ്റെ കാര്യത്തിൽ സ്നേഹിച്ച ആളുകൾ? അല്ലൗമ അദല്ലഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി, എൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്ത ഇന്ന് എൻ്റെ തണലിൽ ഞാൻ അവർക്ക് തണൽ നൽകും.
ഇപ്പം നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ വിശദീകരണമാണ്. റസൂൽ പറയാണ്, അല്ലാഹു തആല പരലോകത്ത് വെച്ച് ചോദിക്കും, എൻ്റെ കാര്യത്തിലെ സ്നേഹിതരായ ആളുകളെ, മുത്തഹാബീൻ എവിടെ എന്ന് ചോദിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു തണലുമില്ലാത്ത ദിവസം എൻ്റെ പ്രത്യേക തണൽ ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറയുമെന്നാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, വമാ തഹാബ്ബ ഇസ്നാനി ഇല്ലാ കാന അഹബ്ബുഹുമാ ഇലല്ലാഹി അശദ്ദഹുമാ ഹുബ്ബൻ ലിസാഹിബിഹി. അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളിൽ തൻ്റെ കൂട്ടുകാരനെ കൂടുതൽ സ്നേഹിക്കുന്നവൻ ആരോ അവനാണ് ആ രണ്ടുപേരിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ. എന്ന് പറഞ്ഞാൽ മത്സരിച്ച് സ്നേഹിക്കണം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ കൂടുതൽ ഉത്തമനാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയമാണ്. ഇസ്ലാമിലെ മുസ്ലിം സഹോദരന്മാരാണ്. സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ പോലെ ഏക ശരീരമുള്ളവരാണ് എന്നാണ് മഹാന്മാർ വിശദീകരിക്കാറ്. ഏകോദര സഹോദരന്മാരല്ല, ഏകോദര ശരീരമുള്ളവർ. ഒരു ശരീരത്തിലെ അവയവങ്ങളെപ്പോലെ സാഹോദര്യം വേണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരൻ തന്നെയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരന്മാർ മാത്രമാണ്. ഇന്നമ വെച്ച് പറഞ്ഞാൽ പിന്നെ അവർ സഹോദരന്മാരായി തന്നെ ഉണ്ടായിരിക്കണം, സഹോദരന്മാർ മാത്രമാണ്. അതിന് തഫ്സീർ സാദി കൊടുത്തൊരു വിശദീകരണം നിങ്ങൾ കേട്ടു. ഹാദാ അഖ്ദുൻ അഖ്ദഹുല്ലാഹു ബൈനൽ മുഅ്മിനീൻ, വിശ്വാസികൾ സത്യവിശ്വാസികൾക്കിടയിൽ അല്ലാഹു ഉണ്ടാക്കിയൊരു ബന്ധമാണിത്. അന്നഹു ഇദാ വജദ മിൻ അയ്യി ശഖ്സിൻ കാന ഫീ മശ്രിഖിൽ അർദി വ മഗ്രിബിഹ, ഭൂമിയിലെ പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങളിൽ എവിടെയെങ്കിലും ഒരാൾ അവര് അല്ലാഹുവിലും അൽ ഈമാനു ബില്ലാഹി വൽ മലായികത്തിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും മലക്കുകളിലും പ്രവാചകന്മാരിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫഇന്നഹു അഖുൽ മുഅ്മിനീൻ, അവൻ മുഅ്മിനുകളുടെ സഹോദരനാണ്. അത് പാശ്ചാത്യനാകട്ടെ, അമേരിക്ക, ഏത് ലോകത്തുള്ള ആളായിക്കോട്ടെ, ഏത് രാജ്യത്തെ ഏത് കുടുംബത്തിൽ ഏത് വിഭാഗത്തിലുള്ള ആളായിക്കോട്ടെ, അല്ലാഹുവിലും പരലോകത്തിലും ഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും ഈമാൻ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളാണോ അയാൾ ഫഇന്നഹു അഖുൽ ലിൽ മുഅ്മിനീൻ, അയാൾ മുഅ്മിനീങ്ങളുടെ സഹോദരനാണ്. വ ഉഖ്വത്തുൻ തൂജിബു അൻ യുഹിബ്ബ ലഹുൽ മുഅ്മിനീൻ, തങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ വിശ്വാസികൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുകയും ചെയ്യണം. മാ യുഹിബ്ബൂന ലി അൻഫുസിഹിം വ യക്റഹൂന ലഹു മാ യക്റഹൂന ലി അൻഫുസിഹിം, അവർ വെറുക്കുന്നത് അവർക്ക് വെറുക്കണം, അവനെ ഇഷ്ടപ്പെടുന്നത് അവർക്കൊക്കെയും ഇഷ്ടപ്പെടുന്നതാക്കി മാറ്റണം. അതാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നുള്ളതിൻ്റെ വിശദീകരണമായി തഫ്സീറുകൾ കൊടുത്തത്. വിശ്വാസ സാഹോദര്യത്തിൻ്റെ നിർദ്ദേശമായി നബി പറഞ്ഞതും അതാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, കുറേ ഹദീസുകളോ ആയത്തുകളോ ഒന്ന് കേട്ടാൽ തന്നെ കുറേ മനസ്സിലാവും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്. വലാ തനാജശു, നിങ്ങൾ പരസ്പരം വിദ്വേഷം കാണിക്കരുത്. വലാ തബാഅദു വലാ തദാബറു, നിങ്ങൾ വില കയറ്റി പറയരുത്, പരസ്പരം അവഗണിക്കരുത്. സഹോദരങ്ങളായ വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അല വലാ യബീഅ ബാദുക്കും വലാ ബൈഅ ബാദ്, മറ്റൊരാളുടെ വിലയിലെ മറ്റു വില കൂട്ടി പറയരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അല്ലാഹുവിൻ്റെ സഹോദരങ്ങളായ അടിമകളാവുക.
അൽ മുസ്ലിം അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവനെ ആക്രമിക്കുകയില്ല. വലാ യഖ്ദുലുഹു, അവനെ കയ്യൊഴിക്കുകയില്ല. വലാ യക്ദിബുഹു, അവനെ കളവാക്കുകയില്ല. ഇതൊക്കെ നമ്മൾക്ക് മറ്റു മുസ്ലിമീങ്ങളോടുള്ള നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദി ഇദസ്തഖാ മിൻ ഉളുവൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും കാര്യത്തിൽ മുഅ്മിനീങ്ങൾ ഒരു ശരീരം പോലെയാണ്. ഒരവയവത്തിന് അസുഖം ബാധിച്ചാൽ ശരീരം മുഴുവൻ ഉറക്കമൊളിക്കും. നമ്മുടെ തലവേദന വന്നാൽ ശരീരം മുഴുവൻ അതിന് കൂട്ടുനിൽക്കും. പനിച്ചും പരസ്പരം അതിൽ പങ്കുചേരും. ഉറക്കമൊഴിച്ചിട്ടും പനിച്ചിട്ടും ആ ശരീരത്തിൻ്റെ കൂടെ ബാക്കി ശരീരങ്ങൾ പങ്കുചേരും പോലെ ഒരു മുസ്ലിമിനുണ്ടാകുന്ന പ്രയാസങ്ങളിൽ മറ്റ് മുസ്ലിമീങ്ങൾ സഹകരിക്കും വിധം സഹോദരന്മാരായിരിക്കണം. ഇതിനെക്കുറിച്ച് നന്നായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ പറഞ്ഞാണ്, മസലുൽ ഇഖ്വത്തി ഫില്ലാഹി കമസലിൽ യദി വൽ ഐൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഈ സ്നേഹം എന്ന് പറയുന്നത് കണ്ണും കയ്യും തമ്മിലുള്ളത് പോലെയാണ്. കണ്ണിൻ്റെ കയ്യിൻ്റെ ഉദാഹരണം പോലെയാണ്. രണ്ട് സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ അതിലൊരാൾ കയ്യാണ്, ഒരാൾ കണ്ണ് പോലെയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതാ തമാത്തൽ ഐനു മസഹത്തുൽ യദു ദഫഅഹ. കണ്ണീന്ന് കണ്ണീര് വന്നാൽ കയ്യ് എന്ത് ചെയ്യും? അത് തുടച്ചു കൊടുക്കും. കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ വരുമ്പോൾ കയ്യോ അത് തുടച്ച് വൃത്തിയാക്കി കൊടുക്കും. ഇതാ തക്ലമത്തുൽ യദു ബക്കത്തിൽ ഖൈനുൽ യജ്ലിഹ. നീ കയ്യിക്കോ അല്ല മുറിവ് പറ്റുക വേദനിക്കുക ചെയ്താലോ കണ്ണുനീർ പൊഴിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ കയ്യും കണ്ണും തമ്മിലുള്ളൊരു ബന്ധമാണ് അവിടെ പറഞ്ഞത്. നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നാൽ കയ്യത് തുടച്ച് വൃത്തിയാക്കി കൊടുക്കും. അതേസമയം കയ്യിക്കൊരു മുറിവ് പറ്റിയാൽ കണ്ണുനീരും പൊഴിക്കും. ഇതുപോലെ കയ്യും കണ്ണും പോലെ ആയിരിക്കണം രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ടത് എന്നാണ് അവിടെ പഠിപ്പിച്ചത്. നബി മൂസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുഅ്മിന ലിൽ മുഅ്മിനി കൽ ബുൻയാൻ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ധ ബാദുഹു ബാദ, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്പെടുത്തും. വശബ്ബക അസാബിഹി, നബി ഇങ്ങനെ വിരൽ കൂട്ടിപ്പിടിച്ചിട്ട് ഈ വിരലിങ്ങനെ ചേർത്ത് നിൽക്കണ പോലെ ഓരോ ഇഷ്ടികയും കല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചേർന്ന് അത് ബലിഷ്ഠമായി നിൽക്കും മുഅ്മിനീങ്ങൾ തമ്മിൽ. സത്യവിശ്വാസികൾ അന്യോന്യം സഹോദരന്മാർ എന്ന ബന്ധം വളരെ അഭേദ്യമായിരിക്കണം. ഇതാണ് ആ വിഷയം പറഞ്ഞതായിട്ട് പഠിപ്പിക്കുന്നത്. വേറൊരു ഭാഗത്ത് കാണാം, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. വിശ്വാസികളും വിശ്വാസിനികളും അന്യോന്യം മിത്രങ്ങളായിരിക്കണം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. പ്രസിദ്ധമായ ഹദീസാണ്. ഒരു മുസ്ലിം താൻ ഇഷ്ടപ്പെടുന്നതൊക്കെയും തൻ്റെ സഹോദരനും വേണമെന്ന് ആഗ്രഹിക്കും. എനിക്ക് മാത്രമെന്ന് വിചാരിക്കുന്ന ആളല്ല, തൻ്റെ സുഹൃത്തിനും തൻ്റെ മുസ്ലിമീങ്ങൾക്കും വേണമെന്ന് വിചാരിക്കുന്ന ആളായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത വേറൊരു ഹദീസിൽ കാണാം, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ വിശ്വാസിയാകുന്നത് വരെ സ്വർഗത്തിൽ പോകില്ല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു. വെറുതെ മൂമിനാണെന്ന് ഈമാൻകാരി ചൊല്ലി പഠിച്ചിട്ട് വിശ്വാസം ഉണ്ടായാൽ പറ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നില്ലെങ്കിൽ വിശ്വാസിയാകൂല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ മുഅ്മിനാവുകയില്ല. അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ, ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, ഇദാ ഫഅൽതുമൂഹു, അത് നിങ്ങൾ ചെയ്താൽ തഹാബത്തും, നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം വർദ്ധിക്കും. അഫ്ശു സലാമു ബൈനക്കും, അതിനുവേണ്ടി നിങ്ങൾ സലാം പരസ്പരം വർദ്ധിപ്പിക്കുക. സലാം ചെല്ലുമ്പോൾ ഒരു ചടങ്ങ് പോലെയല്ല, മനസ്സിൽ തട്ടി ഹൃദയത്തിൽ തട്ടി എൻ്റെ സഹോദരന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെന്ന ബോധത്തോടു കൂടി സലാം വർദ്ധിപ്പിച്ചാൽ ആളുകൾക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് റസൂല് പഠിപ്പിച്ചതാണ്. സത്യവിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെ താല്പര്യം അവർ പരസ്പരം പ്രാർത്ഥിക്കുക എന്നത് കൂടിയാണ്. നമ്മളൊറ്റയ്ക്ക് നമ്മളാരും മാത്രം പ്രാർത്ഥിച്ചാൽ പോലെ, നമുക്ക് അറിയുന്ന നമുക്ക് പറയേണ്ട ആൾക്കാർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അല്ലാഹു തആല നമ്മുടെ മനസ്സിൽ ഈ സ്നേഹം വർദ്ധിപ്പിക്കുക. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ
റബ്ബന ഇന്നക റഊഫുർ റഹീം. കുത്തുപള്ളിയിലൊക്കെ ഇമാമിങ്ങൾ ചിലപ്പോൾ ഈ പ്രാർത്ഥന ചെല്ലാറുണ്ട്. എന്താ പറയുന്നത്? അവരുടെ ശേഷം വന്നവർക്കും അവർ പറയുക, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തു തരണേ. എനിക്ക് പുറത്തു തരണേന്ന് മാത്രമല്ല, എൻ്റെ സഹോദരന്മാർക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്കൊക്കെ നീ പുറത്തു തരണേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഏറെ ദയവുള്ളവനും കരുണാനിധിയുമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ഒരു വിദ്വേഷം എൻ്റെ മനസ്സിലുണ്ടാകില്ല. അല്ലാ, മറ്റുള്ളവർക്കും പുറത്തു കൊടുക്കണേ, അവർക്കും നന്മകൾ ചെയ്യണേ എന്നാണ്. ഇല്ല, നമ്മൾ ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ആളുകളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് പുറത്തു കൊടുക്കാനും അവർ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനൊക്കെ തയ്യാറാവും. ഒരാളെ ഇഷ്ടമല്ലേ, പിന്നെ അയാളെ കുറ്റം പറഞ്ഞു നടക്കലായിരിക്കും നമ്മളെ പണി. പിന്നെ അയാളെക്കുറിച്ച് വേണ്ടാതീനം പറയലായിരിക്കും. ഒരു കവി പറഞ്ഞു, സംതൃപ്തിയോടെ കണ്ണ് എല്ലാ തെറ്റുകൾക്കും കണ്ണടക്കും. സംതൃപ്തി ഉണ്ടെങ്കിൽ തെറ്റുകളൊക്കെ കണ്ടാൽ കണ്ണടക്കും. എന്നാൽ അസംതൃപ്തിയുടെ കണ്ണ് എല്ലാ തെറ്റുകളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇഷ്ടമില്ലാത്ത ആളുടെ കുറ്റങ്ങൾ ഇങ്ങനെ പരിധി നടന്ന് നമ്മളെങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ മറ്റു മുഅ്മിനീങ്ങളെ സ്നേഹിക്കണം. ഒരാളോടും വിദ്വേഷമോ വെറുപ്പോ ഉണ്ടാവണ്ട. പരമാവധി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയണം. മൻ അഹബ്ബ ലില്ലാഹ് വഅബഗദ ലില്ലാഹ് വഅത്താ ലില്ലാഹ്. അങ്ങനെയാണ്. ആര് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചോ ഫഖദ് ഇസ്തക്മല ഈമാൻ, അവരാണ് ഈമാൻ പൂർത്തീകരിച്ചാൽ. നമ്മൾക്ക് ഒരാളോടും വിദ്വേഷം ഉണ്ടാവണ്ട. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം. വെറുതെ സ്നേഹം ഉണ്ടായാൽ മാത്രം പോരാ, സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ശരിക്കും നമ്മൾ ആരൊക്കെയാണ് സ്നേഹിക്കേണ്ടത്? ദീനുള്ള നല്ല മനുഷ്യരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഒരു വ്യക്തി തൻ്റെ സുഹൃത്തിൻ്റെ മതത്താൽ സ്വാധീനിക്കപ്പെടും. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും ആരെയാണ് സൗഹൃദം സ്ഥാപിക്കുന്നത് എന്ന കാര്യം പരിഗണിക്കണം. നമ്മളൊരു മോശം ആളായിട്ടാണ് സൗഹൃദവും സ്നേഹമെങ്കിൽ ആ മോശത്ര നമ്മളിലേക്ക് വരും. പരീനിഹി. ഒരാളെ കുറിച്ച് ചോദിക്കേണ്ട, അയാളുടെ സുഹൃത്തിനെ കുറിച്ച് ചോദിച്ചാൽ അയാളുടെ സ്വഭാവമൊക്കെ അയാളിലുണ്ടാവുന്നതാണ്. കല്യാണമൊക്കെ അന്വേഷിക്കുമ്പോൾ ചെക്കനെ കുറിച്ച് ചോദിക്കേണ്ട, ചെക്കൻ്റെ കൂട്ടുകാരാരാന്ന് ചോദിച്ചാൽ ആ സ്വഭാവമൊക്കെ ഏതാണ്ട് എനിക്കുണ്ടാവുന്ന എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരുമായി സൗഹൃദം സ്ഥാപിക്കാനും സ്നേഹം പങ്കിടാനും നമുക്ക് കഴിയണം. അത് റസൂൽ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരാളെ ഒരു അത്തർ കച്ചവടക്കാരനായിട്ടാണ് നമ്മൾ സൗഹൃദത്തിലാണെങ്കിൽ ഒന്നും നമുക്ക് വരും. ചിലപ്പോൾ അയാളുടെ വല്ല അത്തറിൻ്റെ മണമൊക്കെ നമ്മുടെ ശരീരത്തിൽ പറ്റുന്നേ ഉള്ളൂ, വേറെ ദോഷമൊന്നും വരില്ല. അതേസമയം നമ്മളൊരു ആലയിൽ ഊതുന്ന ഒരു കൊല്ലപ്പണിക്കാരൻ്റെ ആയിട്ടാണ്, ആ കൊല്ലപ്പണിക്കാരനും അത്ര കച്ചവടക്കാരൻ എന്നുള്ള അർത്ഥത്തില്ല, നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെയാണ് സൂചിപ്പിക്കണേ. അവിടെയാണ് നമ്മൾ പോയിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തീപ്പൊരികൾ വീഴും, അതിൻ്റെ മണം വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ സൗഹൃദം സ്ഥാപിക്കേണ്ടത് എപ്പോഴും ദീനുള്ള നല്ല മനുഷ്യരായിട്ടാണ്. നമ്മൾ ചെറുപ്പക്കാരൊക്കെ ഒരു ദീനില്ലാത്ത നിസ്കരിക്കാത്ത കൂട്ടുകാരായിട്ടാണ് ഇരിക്കണമെങ്കിൽ ബാങ്ക് കൊടുത്താലും അവരവിടെ ഇരിക്കും. അതേസമയം നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൽ ദീനുള്ള ആളുകളുണ്ടോ, ബാങ്ക് കൊടുക്കുമ്പോൾ അവർ പോകുമ്പോൾ നമ്മൾ പോകും. നമ്മളെപ്പോഴും നല്ല ദീനിയായ സുഹൃത്തുക്കളെ കണ്ടെത്താൻ കഴിയണം. നിഷ്കളങ്കമായിരിക്കണം നമ്മുടെ സ്നേഹം. വേറെ താല്പര്യത്തിനായി ചില ആൾക്കാർ സ്നേഹിക്കാൻ ആളുകളായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് അവരുടെ സാമ്പത്തികം, അവരുടെ സ്ഥാനമാനം ഇതൊക്കെ ലക്ഷ്യം വെച്ചിട്ട്. അങ്ങനെ ആകരുത്. അന്ന റജുലൻ സഅലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് അഖ്ബിർനി ബി അമലിൻ ഇദാ അമിൽതുഹു അഹബ്ബനില്ലാഹു വഅഹബ്ബനി അന്നാസ്. റസൂലേ, എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരണം. ഞാൻ ആ പണി ചെയ്താൽ ജനങ്ങളും ഇഷ്ടപ്പെടണം, അള്ളാഹു ഇഷ്ടപ്പെടണം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ കാര്യം എനിക്ക് പറഞ്ഞു, ഞാൻ ആ കാര്യം ചെയ്താൽ അല്ലാഹു തആല എന്നെ ഇഷ്ടപ്പെടണം, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇസ്ഹദ് ഫിദ്ദുന്യാ യുഹിബ്ബുക്കല്ലാഹ്. ദുനിയാവിലെ ലൗകികമായ സുഖൈശ്വര്യങ്ങളെ നീ പരമാവധി ഒഴിവാക്കിയാൽ അള്ളാഹ് നിന്നെ ഇഷ്ടപ്പെടും. അതായത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക. ദുനിയാവും അങ്ങനെ വെട്ടിപ്പിടിക്കാനുള്ള ത്വരയില്ലാതിരുന്നാൽ അള്ളാഹ്ക്ക് നിന്നെ ഇഷ്ടാവും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുക്കന്നാസ്. ജനങ്ങളുടെ പക്കലുള്ളത് ഇനി ആഗ്രഹിക്കാതിരുന്നാൽ ആളുകൾ നിന്നെ ഇഷ്ടപ്പെടും. പല ആൾക്കാരും സൗഹൃദം നടിക്കുന്നതും സ്നേഹം നടിക്കുന്നതൊക്കെ താല്പര്യങ്ങളുടെ പേരിലാണ്. അങ്ങനെ ആവാതിരിക്കണം.
അതുകൊണ്ട് ചിലർക്ക് മുതലാളിമാരായിട്ടായിരിക്കും ബന്ധം, ചിലർക്ക് വേറെ വലിയ രാഷ്ട്രീയ നേതാക്കൾ വലിയ അങ്ങനെയല്ല. മനുഷ്യരായിട്ടൊക്കെ സ്നേഹം ഉണ്ടാവണം. ആളുകളെ മറ്റൊരു താല്പര്യവും കൂടാതെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ഇനി ആ സ്നേഹം ഉണ്ടായാൽ മാത്രം പോലെ അത് പ്രകടിപ്പിക്കുമ്പോഴെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇദാ അഹബ്ബ അഹദുക്കും സാഹിബഹു, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഅ്തീഹി ഫീ മൻസിലിഹി, നിങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. എന്നിട്ട് ഫൽയുഖ്ബിറുഹു, എന്നിട്ട് അവനോട് പറയണം, അന്നഹു യുഹിബ്ബുഹു ലില്ലാഹി അസ്സ വജല്ല, ഞാൻ നിന്നെ അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്ന് എന്നെ പറയണം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പ്രകടിപ്പിക്കണം, അത് പറയണം. ഞാൻ താങ്കളെ നന്നായി സ്നേഹിക്കുന്നു, എനിക്ക് താങ്കളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ സ്നേഹം കൊണ്ട് നടന്നാൽ പോലെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്നേഹം എന്നത് ഒളിച്ചു വെക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാണ്. ആ പ്രകടനമാണ് പലപ്പോഴും എന്താ ഉണ്ടാകുന്നത്, ആ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അയാൾക്ക് രോഗം വരുമ്പോൾ നമ്മൾ ചെല്ലും, വന്നു നോക്കിയപ്പോൾ അവരെല്ലാം ശുശ്രൂഷിച്ചു കൊടുക്കും. അയാളുടെ പ്രയാസങ്ങൾ പലപ്പോഴും പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കും, ആ സ്നേഹം നിഷ്കളങ്കമാണെങ്കിൽ. ഒരു മഹാനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം പറയാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിട്ട് പ്രയാസം പറഞ്ഞു. അപ്പോൾ ആ പ്രയാസം തീർത്തു കൊടുത്തു. അയാൾ പോയ ഉടനെ അയാൾ ഈ പണ്ഡിതൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു, എന്താ നിങ്ങൾ ആ പ്രയാസം പരിഹരിച്ചല്ലോ, പിന്നെന്തിനാണ് നിങ്ങൾ പൊട്ടിക്കരയുന്നത്? അതിനാ പണ്ഡിതൻ പറഞ്ഞത്, എൻ്റെ സുഹൃത്തിന് ഇത്തരം ഒരു പ്രയാസമുണ്ട് എന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ, എൻ്റെ അടുക്ക വന്ന് പറയേണ്ടി വന്നില്ലേ. ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രയാസം കണ്ടറിയാൻ എനിക്ക് കഴിയേണ്ടിയിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അവരുടെ സേവനങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾക്ക് പോകും. അതില്ലാത്തത് കൊണ്ടാണ്, നിഷ്കളങ്കമല്ലാത്തതുകൊണ്ടാണ് കല്യാണത്തിന് 10,000 ആൾ പങ്കെടുക്കും, 2,000, 3,000, 4,000 ആൾ പങ്കെടുക്കും. അയാൾ മരിച്ചാലോ 100 ആൾ പങ്കെടുക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? മരിച്ചോടത്ത് മയ്യത്തിൻ്റെ കൂടെ പോകാൻ എത്ര ആളുണ്ടാക്കുക? വളരെ കുറച്ചാണ്. അതേസമയം ബിരിയാണി ഇന്നോടത്ത് പോയൊക്കെ എന്തു ഒരാളാണെന്നറിയോ? എന്താ കാരണം? ഇത് തട്ടിപ്പാണ് നമ്മളെ സ്നേഹം എന്ന് പറയുന്നത്. മുമ്പ് ഒരു സുഹൃത്തിനോട് പറഞ്ഞാൽ നടന്നാന്നാ പറഞ്ഞത്, KSCBയുടെ എൻജിനീയർ, അയാളെ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വിവരം കിട്ടി ഓഫീസിലേക്ക്, ഭാര്യ മരിച്ചു, നമ്മളെ അയാളുടെ പ്രധാന എൻജിനീയറുടെ ഭാര്യ മരണപ്പെട്ടു എന്ന് വിവരം കിട്ടി. അപ്പോൾ എല്ലാവരും ജീപ്പൊക്കെ എടുത്ത് തൊഴിലാളികളൊക്കെ കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, മരിച്ച വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ പോണ വഴിക്കാണ് വിവരം കിട്ടിയത്, ഭാര്യയല്ല മരിച്ചത്, എൻജിനീയറാണ് മരിച്ചത്. അപ്പോൾ പിന്നെ അവർ പോയില്ല, തിരിച്ചു പോന്നു. കാരണം ഇതിപ്പോൾ ആരെ പോയി കാണിക്കാനൊന്നുമില്ലല്ലോ. ഭാര്യ മരിച്ചത് പോകാനുള്ള കാരണം എന്താ പറഞ്ഞത്, എൻജിനീയറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ എൻജിനീയർ തന്നെ മരിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ആ സംഘം തിരിച്ചു പോകുന്നു എന്ന് പറയപ്പെടാറ് ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ് പല സ്നേഹപ്രകടനങ്ങളും. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടി തന്നെ സ്നേഹിക്കാൻ കഴിയണം. അവരുടെ പ്രയാസങ്ങളിൽ വിഷമങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. അങ്ങനെ മനുഷ്യർ സ്നേഹിക്കുമ്പോൾ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്, തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമുൽ ഇസ്നൈനി വ യൗമുൽ ഖമീസ്, തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കും. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാ അടിമകൾക്കും അള്ളാഹു തആല തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ, ഒരാളൊഴികെ, കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ഷഹ്ന, എല്ലാവർക്കും അത് പുറത്തു കൊടുക്കും, പക്ഷെ ഒരാൾക്ക് പുറത്തു കൊടുക്കൂല. കാരണം അവനും അവൻ്റെ സുഹൃത്തിനുമിടയിൽ വിദ്വേഷമുണ്ടെങ്കിൽ പുറത്തു കൊടുക്കൂല. ഫയുഖാലു, അവിടെ പറയപ്പെടും, അള്ളാഹു പറയുന്നു, ഉൻദുറു ഹാദൈനി ഹത്താ യസ്തലിഹാ, അവർ രണ്ടുപേരും അനുരഞ്ജനത്തിൽ സ്നേഹത്തിലാകുന്നത് വരെ അവരെ വിട്ടേക്ക്, പുറത്തു കൊടുക്കണ്ട, അള്ളാഹു പറയുന്ന. അപ്പോൾ നമ്മൾ മറ്റാളുകളായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. അതാണ് ആദ്യത്തെ മഹാന്മാരായ നല്ല മനുഷ്യരെക്കുറിച്ച് ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലിക്കൽ ഫൗസുൽ അദീം. സന്മാർഗത്തിൽ ആദ്യം മുന്നോട്ട് വന്ന മുഹാജിറുകളും അൻസാറുകളും സൽക്കർമ്മങ്ങളിലൂടെ അവരെ പിന്തുടർന്നവരും അള്ളാഹു സംതൃപ്തരായിരിക്കുന്നു, അവർ അവരിലും സംതൃപ്തരാണ്.
അവർക്ക് വേണ്ടിയാണ് താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകുന്ന ആരാമല്ല ഒരുക്കി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചരിത്രത്തിൽ നോക്കിയാൽ റസൂലുള്ള ചെയ്ത ഏറ്റവും വലിയ വിപ്ലവം, റസൂല് നടത്തിയ ഏറ്റവും വലിയ വിപ്ലവം വിദ്വേഷത്തിലും വിരോധത്തിലുമുള്ള ജനതയെ സ്നേഹത്തിലാക്കി എന്നുള്ളതാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം റാസി പറയുന്നത് റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അതാണെന്നാണ്. എന്താ മുഅ്ജിസത്ത്? അള്ളാഹിൻ്റെ റസൂൽ വരുമ്പോൾ അറേബ്യയിലെ ഗോത്രങ്ങളൊക്കെ അടിപിടിയാണ്. ഒരു മുന്നിൽ പോയവൻ്റെ കുതിരയുടെ കാലിൽ പിന്നിൽ വന്നവൻ്റെ കുതിര ചവിട്ടി എന്നുള്ളതിൻ്റെ പേരിൽ പതിറ്റാണ്ടുകൾ യുദ്ധം ചെയ്തവരവർ. ഒട്ടകത്തിൻ്റെ കയറിന് വേണ്ടി കാലങ്ങളോളം യുദ്ധം ചെയ്തവരാണ്. ഇത് മക്കയിലെ ഗോത്രങ്ങൾ. അതിനെ ഖുറൈശി ഗോത്രത്തിലെ കുടുംബങ്ങൾ തമ്മിലുള്ള പോരെന്നെ വല്ലാത്ത പോരാ. അങ്ങനെയുള്ള ആ പോരുമ്പലാണല്ലോ അബൂജഹലൊന്നും നബിയിൽ വിശ്വസിക്കാതിരുന്നത്. അബ്ദുമനാഫിൻ്റെ കുടുംബം അങ്ങനെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരുമ്പോൾ മദീനയിലെ കഥ അതിനേക്കാൾ രസകരമാണ്. യസ്രിബ് എന്ന് പറയുന്ന മദീനയിൽ 2 പ്രബല ഗോത്രമാണ് ഔസും ഖസ്റജും. ഇവർ യുദ്ധത്തോട് യുദ്ധം തന്നെ, 2 പേരും മറ്റവരെ നശിപ്പിക്കുക. ഈ നശിച്ച് തീരാണ്. അള്ളാഹിൻ്റെ റസൂല് മദീനയിലേക്ക് പോകുന്നതിൻ്റെ 6 വർഷം മുമ്പാണ് ഖുവാസ് യുദ്ധം നടന്നത്. ഖുവാസ് യുദ്ധത്തിലേക്ക് ഔസ് ഖസ്റജ് ഗോത്രക്കാർ പോയത് മറ്റവനെ തീർക്കുമെന്ന് പറഞ്ഞിട്ടാണ്. അത്ര വലിയ കൊടുമ്പിരി കൊണ്ട യുദ്ധങ്ങളും അക്രമങ്ങളും മാത്രം. പക്ഷെ അള്ളാഹിൻ്റെ റസൂൽ എന്താ ചെയ്തത്? ഈ ഔസ് ഖസ്റജ് ഗോത്രക്കാരെ ഒന്നാക്കി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അങ്ങനെ ഒരു ഒന്നാകലുണ്ടോ? മക്കയിൽ നിന്ന് എല്ലാം വിട്ടേച്ചു പോകുന്ന മുഹാജിറുകളെ എല്ലാ അർത്ഥത്തിലും അൻസാറുകളായ മദീനക്കാർ സ്വീകരിക്കുകയാണ്. ചരിത്രത്തിൽ അങ്ങനെ ഒരു തുല്യതയുള്ള ഉദാഹരണമില്ല. ഓരോരുത്തർക്ക് ഓരോ സഹാബിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ സ്വത്ത് നേരെ പകുതി, എനിക്ക് പകുതി നിനക്ക് പകുതി. അന്ന് ബഹുഭാര്യത്വമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ നിയമമൊന്നും വന്നില്ല. 4 8 ഭാര്യമാരൊക്കെ ഉള്ള അറബികൾ ഉണ്ടായിരുന്നു അൻസാറുകളിൽ. അവർ പറഞ്ഞു, ഞാൻ 2-3 ആളെ തലാക്ക് ചൊല്ലിത്തരാം, നിങ്ങൾ വിവാഹം കഴിക്കണം. കാരണം അന്നൊക്കെ സാധ്യമാകുന്നൊരു ഘടനയാണ്. ഭാര്യമാരെ വരെ തലാക്ക് ചൊല്ലി വിവാഹം ചെയ്തു കൊടുക്കുന്നു, സ്വത്ത് കൊടുക്കുന്നു. അത്രയും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, വഅ്തസിമു ബിഹബിലില്ലാഹി ജമിഅ വലാ തഫറഖു വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ ഫഅൻഖദകും മിൻഹാ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലകും തഹ്തദൂൻ. നിങ്ങളെ അള്ളാഹിൻ്റെ വാശത്തെ മുറുകെ പിടിക്കുക, ഒറ്റക്കെട്ടായി പിടിക്കുക. എന്നിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾ പണ്ട് ആരായിരുന്നു? ഇതുകൊണ്ടും ആദാ ശത്രുക്കളായിരുന്നു. അല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ അള്ളാഹ് ഇണക്കി തന്നു. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, തീക്കുണ്ടത്തിൻ്റെ വക്കത്തായിരുന്നു നിങ്ങൾ. ഫഅയ്യദക്കും, എന്നിട്ട് വകുൻതും അലാ വഅൻഖദകും മിൻഹാ, അതിൽ നിന്ന് അള്ളാഹ് നിങ്ങളെ രക്ഷപ്പെടുത്തി. അത്ഭുതകരമായ സാഹോദര്യ ബന്ധം. പിന്നെ ബദറിൽ അല്ലുമ്പോൾ 2 കൂട്ടരും ഒറ്റ ശരീരമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. പിന്നെ അവർക്കിടയിൽ ഒരു തർക്കമില്ല. പിന്നെ പറഞ്ഞില്ലേ, യുദ്ധത്തിൽ അവസാനത്തെ വെള്ളം ചോദിക്കുമ്പോൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന തരത്തിലുള്ള സാഹോദര്യവും സ്നേഹവും അവർക്കിടയിൽ രൂപപ്പെട്ടു വന്നു. അത്ഭുതകരമായ സ്നേഹം. ഇതേ വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ആ കാര്യം വിശദീകരിച്ച് തന്നെ പറയുന്നു. ഇന്നൽ മുസ്ലിമ ഇദാ ലഖിയ അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ ഫഅഖദ ബിയദിഹി, അവന് കൈ ഷെയ്ക്കാൻ കൊടുത്താൽ തഹാത്തത് അൻഹുമാ ദുനൂബുഹുമാ, അവരുടെ 2 പേരുടെയും പാപങ്ങൾ കൊഴിഞ്ഞു പോകും. കമാ യതഹാത്തുൽ വറഖു അനി ശജറത്തിൽ യാബിസ് ഫീ യൗമിൻ റീഹിൻ ആസിഫ്, കൊടുങ്കാറ്റുള്ള ദിവസം ഉണങ്ങിയ മരത്തിൽ നിന്ന് ഇലകൾ കൊടിയുന്ന പോലെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. ഇതൊക്കെ വിശദീകരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റും. നമ്മൾ സ്നേഹം കൊടുത്ത ആളുകളൊക്കെ നമ്മൾ സ്നേഹിക്കും. ദീനിയായ സുഹൃത്തുക്കളും ബന്ധങ്ങളും നമുക്കുണ്ടാവണം. ഇന്ന് അതങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. ശത്രുതയും വിരോധം, സംഘടനകൾ തമ്മിലുള്ള വിരോധം പറയണ്ട. ഓരോ മതസംഘടനകളും ആളുകളും ഗ്രൂപ്പുകളും തമ്മിലുള്ള വിരോധം, കുടുംബക്കാർ തമ്മിലുള്ള വിരോധം, പ്രദേശങ്ങൾ തമ്മിലുള്ള വിരോധങ്ങളൊക്കെ വർദ്ധിക്കുക. അവസാനം ഒരു ഇസ്സത്തും ഇല്ലാത്തവരായിട്ട് മാറി. ഇസ്ലാമിക സമൂഹത്തിന് റസൂലുള്ളാഹിയുടെ കാലത്തെ വിജയത്തിൻ്റെ കാരണം മുസ്ലിമീങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തി എന്നതാണ്. അതേസമയം മറുഭാഗത്ത് ഖുലൂബുഹും ശത്ത, അവരുടെ ഹൃദയങ്ങൾ ഭിന്നമായിരുന്നു. ബദറിൽ വന്നത് 300 ജില്ലാനും മുസ്ലിമീങ്ങൾ അവിടെ 1000-ഓളം ഉണ്ടെങ്കിലും അവർ പല ഗോത്രക്കാരും പല മനസ്സുള്ളവരും പല താല്പര്യക്കാരുമാണ്. ഇതൊറ്റ മനസ്സ് ഒന്നിച്ചു നിന്നു അവർ. ആ ഒറ്റ മനസ്സോടുകൂടി സ്നേഹിച്ച് നിന്നാൽ നമുക്ക് പരലോകത്ത് അള്ളാഹുവിൻ്റെ തണൽ കിട്ടും.
മനുഷ്യന്മാരെ സ്നേഹിക്കാൻ പറ്റും. എന്തിനാ എത്ര സ്നേഹം കൊടുത്താലും നമ്മളതിൽ നിന്നൊന്നും നഷ്ടവും വരില്ല. തിരിച്ച് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആളുകൾ ഇന്നെ സ്നേഹിക്കണം എന്നാണ്. എനിക്ക് കുറേ കാശ് കിട്ടിയിട്ട് എന്താ, ആളുകൾക്ക് സ്നേഹമാണ് വേണ്ടത്. നമ്മൾക്ക് ആളുകളൊക്കെ നമ്മളെ സ്നേഹിക്കണം, ആളുകൾക്ക് നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുക. സ്നേഹിക്കുന്നുണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നത് നല്ല കാര്യമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞല്ല, അത് ബോധ്യപ്പെടുത്തുമാറി ഇടപെടലുകളും കാര്യങ്ങളും നടത്തി കൊടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ ഓരോരുത്തരും കണ്ണി ചേർന്ന് പരസ്പരം സ്നേഹിക്കാൻ കഴിയണം. മറ്റ് ബന്ധങ്ങളൊന്നുമല്ല, കച്ചവട ഇടപാട് കുടുംബ ബന്ധത്തിനേക്കാളൊക്കെ അപ്പുറം ഈ ആദർശ സ്നേഹത്തിന് നാളെ മഹ്ശറയിൽ അല്ലാഹ് ചോദിക്കും, മൈനൽ മുതഹാബ്ബൂന ഫില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിലെ സുഹൃത്തുക്കളെ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഈ സുഹൃത്ത് ബന്ധത്തോടുകൂടിയാണ് പോകാൻ കഴിയണം. ഇപ്പം നമ്മൾ അള്ളാഹിൻ്റെ കാര്യത്തിന് ഒത്തുകൂടുന്നു, അള്ളാഹിൻ്റെ കാര്യത്തിന് ജുമാക്ക് പിരിയുന്നു. ഇതുപോലെ പല പിരിയലുകളും കൂടലുകളും ഒന്നിച്ച് ദീനിൻ്റെ മാർഗത്തിൽ കൂടുമ്പോൾ മഹ്ശറയിൽ വലിയ തണലായി നമുക്കത് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പരസ്പരം ഇനിയിപ്പോൾ ഒരാളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അയാളോട് വിരോധം കാണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ. മനുഷ്യരോട് പുഞ്ചിരിക്കുകയും സ്നേഹിക്കുകയും നല്ല കൈ കൊടുക്കുകയൊക്കെ ചെയ്താൽ പരമാവധി നല്ല കാര്യമാണ്. അതേസമയം തിന്മയിൽ കൂട്ടുകൂടാതിരിക്കണം. താബനു അലൽ ബിർരി വത്തഖ്വ വലാ താബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും നന്മയിലും നിങ്ങൾ സഹകരിക്കണം, അധർമ്മത്തിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കാൻ പാടില്ല. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ദീനുള്ള ആളുകളാക്കി മാറ്റിയെടുക്കണം. അവരുടെ ദീന് നമ്മളിലേക്ക് വരണം, അങ്ങനെ വരണം. അതുകൊണ്ട് ഉള്ളറിഞ്ഞ് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയണം. ആ സ്നേഹബന്ധങ്ങൾ ചിലർക്ക് എല്ലാവരോടും തെറ്റിയിട്ടായിരിക്കും, എല്ലാവരോടും വഴക്കടിച്ചിട്ട്, ചിലർ ആളുകളൊറ്റൊക്കെ പിണങ്ങിയിട്ട്, അല്ലല്ലോ ചിലർ അതിനേക്കാൾ വലിയ സ്വാർത്ഥതയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. സ്വാർത്ഥത കൂട്ടുകൂടിയാൽ നഷ്ടം വരും, കൂട്ടുകൂടിയാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ തട്ടാൻ എൻ്റെ കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള മറ്റൊരു കുട്ടികൾ ഇതിൻ്റെ അപ്പുറമില്ല. അവസാനം അവർക്കൊന്നും ഇസ്ലാമിക സമൂഹത്തിലെ ഘടനയിൽ അങ്ങനെയല്ല. മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയണം, ആളുകളായിട്ട് കൂടുതൽ ഇടപെടാൻ കഴിയണം. കൂടുതൽ ദീനി സുഹൃത്തുക്കൾ നമുക്കുണ്ടാകണം, കൂടുതൽ ദീനി സുഹൃത്തുക്കൾ, അവരോടൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കണം, ആളുകളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുക. അപ്പോഴാണ് നമുക്ക് ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ വിജയം ഉണ്ടാവുകയുള്ളൂ. എത്ര ഹദീസുകളാണ് ഈ പറഞ്ഞത്, എത്ര ഖുർആനായത്തുകളാണ്. ഇസ്ലാം ആഗ്രഹിക്കുന്നത് ഒരുത്തനിങ്ങനെ ഒറ്റയ്ക്ക് ഒരു ബന്ധമില്ലാതെ മനുഷ്യന്മാരായിട്ടൊന്നൊരു ബന്ധമില്ലാതെ കുറച്ച് നിസ്കാരം നോമ്പ് നടത്തിയിട്ട് സ്വർഗം കിട്ടാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്. പകരം മനുഷ്യർക്ക് സേവനം ചെയ്തും നന്മ ചെയ്തും അങ്ങനെ ഓരോന്ന് ചെയ്തും പുണ്യം ചേരാനാണ്. അള്ളാഹിൻ്റെ റസൂൽ ഒരിക്കൽ ചോദിച്ചു, ഇന്നാരെങ്കിലും മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തോ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു ഞാൻ. ഇന്നാരെങ്കിലും രോഗിനെ സന്ദർശിച്ചോ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു ഞാൻ. ഇന്നാരെങ്കിലും പാവങ്ങളെ സഹായിച്ചോ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു ഞാൻ. ഒക്കെ മുപ്പര് റസൂൽ ചോദിച്ചതൊക്കെ മുപ്പര് ദിവസം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കൊടുക്കുമ്പോഴാണ് നമുക്ക് വലിയ മാർക്ക് വല്ലോത്ത് കിട്ടുക. നമ്മൾ വിചാരിക്കരുത് ഒരൊറ്റ ക്വസ്റ്റ്യന് മാത്രം നിസ്കാരത്തിന് മാത്രം ആൻസർ എഴുതിയിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഈ വക കാര്യങ്ങളും കൂടി ചെയ്യുമ്പോഴാണ്, ജനങ്ങൾക്ക് പരോപകാരങ്ങൾ ചെയ്യുമ്പോഴാണ് സ്നേഹങ്ങൾ വർദ്ധിക്കുക. അങ്ങനെ വരുമ്പോഴാണ്, അതാണ് സൂറത്ത് മാഊനിലൊക്കെ പറയുന്നത്, വയംനഊനൽ മാഊൻ, പരോപകാരം തടയാത്ത ആളുകൾക്ക് ഇങ്ങനെ പരോപകാരങ്ങളും നന്മകളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് ചൈതന്യം ഉണ്ടാവുക. പടച്ച തമ്പുരാൻ നമ്മളെ മഹ്ശറയിൽ തണൽ ലഭിക്കുന്ന ഐനൽ മുതഹാബ്ബൂന ഫില്ലാഹ് എന്ന് പറയുമ്പോൾ നേരെ ചെല്ലാൻ കഴിയുന്ന വിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറിപ്പൗര്യാദ